ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫ്രൈഡ് റൈസ് ആണ്. പിന്നെ ഫ്രൈഡ് റൈസിൽ റൈസ് എടുക്കുമ്പോൾ ഞാനൊരു 250 ഗ്രാം റൈസ് ആണ് കേട്ടോ എടുക്കുന്നത്. 250 ഗ്രാം റൈസ് എന്ന് പറയുമ്പോൾ 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ കപ്പിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ തെറ്റിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗ്രാമിൻ്റെ കണക്ക് പറഞ്ഞത്. ബസ്മതി റൈസ് ആണ് എടുക്കുന്നത്, ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ക്യാപ്സിക്കവും ക്യാരറ്റും മാത്രം ആഡ് ചെയ്തിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കും ക്യാപ്സിക്കവും ക്യാരറ്റും മാത്രം ആഡ് ചെയ്തിട്ടും അല്ലാതെ ബീൻസും ക്യാബേജും ഒക്കെ ആഡ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. പിന്നെ വെജിറ്റേറിയൻസിന് എഗ്ഗ് സ്കിപ്പ് ചെയ്തിട്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഈസി എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 3 കളറിലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 കളറിലെ ക്യാപ്സിക്കം എടുത്താലും മതി. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ബീൻസ് ആഡ് ചെയ്യാം, ക്യാബേജ് ആഡ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ആണ്. പിന്നെ വേണ്ടത് ഒരു 7 അല്ലി വെളുത്തുള്ളി, 5 മുട്ട ചേർക്കാതെയും ഉണ്ടാക്കാം, മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ റൈസാണ്. റൈസ് ഞാൻ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസ് 30 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം ഒരു 80% കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. 2 മണിക്കൂറായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടാതെ ഓവർ കുക്കായി പോകാതെ നല്ല വിട്ട് നിൽക്കുന്ന രീതിയിൽ കിട്ടും. ഞാൻ ഇതിന് മുന്നേ എങ്ങനെയാണ് റൈസ് കുക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റൈസ് മാറ്റി വയ്ക്കാം, ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം 3 കളറും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ക്യാരറ്റ് ആണെങ്കിലും തീരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്തു. ഗ്രീൻ അതിനേക്കാൾ കുറച്ചുകൂടി തിന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ 2-3 എള്ള് കിടക്കുന്നുണ്ട് കേട്ടോ, വൈറ്റ് എള്ളാണ്. ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത് മുട്ടയാണ്. മുട്ടയിൽ കുറച്ച് ഉപ്പും കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ടയൊന്ന് ഹാഫ് കുക്കാക്കി എടുക്കുക. നമ്മൾ ഈ ഒരു പാനിൽ തന്നെയാണ് ഫുൾ കുക്കിംഗ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, റൈസ് കുക്ക് ചെയ്ത് ആദ്യമേ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ജോലികളെല്ലാം വളരെ എളുപ്പത്തിൽ കഴിയും. പിന്നെ സാധാരണ നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇത്രയും കുക്കായാൽ മതി. ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിലിലേക്ക് നമുക്ക് ആദ്യം ചേർക്കുന്നത് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്. വെളുത്തുള്ളി ചോപ്പ് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇനി ചേർക്കുന്നത് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് സമയം കുക്ക് ചെയ്യണ്ട. ആ വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. എല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. വെജിറ്റബിൾസ് ചേർത്ത് ഒന്ന് വഴറ്റാട്ടോ. നിങ്ങൾ ക്യാബേജൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ സമയം വഴറ്റേണ്ട ആവശ്യമുള്ളൂ. ക്യാപ്സിക്കത്തിന് കുക്കിംഗ് ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുറേ സമയം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് സ്വീറ്റ് കോൺ ചേർക്കാം, അതുപോലെ മഷ്റൂം ചേർക്കാം. അങ്ങനെ പല വിധത്തിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സോയ സോസ് ചേർക്കാം. സോയ സോസ് ഞാനിപ്പോൾ ഡാർക്ക് സോയാണ് ചേർക്കുന്നത്. ഡാർക്ക് സോയ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ചില്ലി സോസാണ്. ചില്ലി സോസ് നമ്മുടെ എരിവ് അനുസരിച്ച്, ചിലർക്ക് ഫ്രൈഡ് റൈസിൽ കുറച്ച് എരിവ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് അത്ര എരിവ് ഇഷ്ടമായിരിക്കില്ല. ഞാനിപ്പോൾ 1.5 ടീസ്പൂണാണ് കേട്ടോ ചേർക്കുന്നത് ചില്ലി സോസ്. ഇനി സോയ സോസും ചില്ലി സോസും ഒന്ന് കുക്കാവണം. സോസുകൾ കുക്കായാൽ മാത്രമേ നമ്മുടെ ഫ്രൈഡ് റൈസിന് കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ആ വെജിറ്റബിൾസിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ.
ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ പഞ്ചസാര. ആ സോസുകളുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ റൈസിനോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർക്കാം. ഇനി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ റൈസിൻ്റെ ഉപ്പ് നോക്കുക, മുട്ടയുടെ ഉപ്പ് ചെക്ക് ചെയ്യുക. ഇനി ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവ് ആവശ്യമാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ തന്നെ നല്ല കളർഫുൾ ആയില്ലേ നമ്മുടെ ഫ്രൈഡ് റൈസ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ട്. കുറച്ച് ഗാർണിഷ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് കേട്ടോ ഇത്. ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ബാച്ചിലേഴ്സിനൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരു 4-5 മുട്ട ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കാമല്ലോ. ഇപ്പോൾ തന്നെ നമ്മുടെ റൈസ് കണ്ടില്ലേ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല, കുഴഞ്ഞു പോവില്ല. ഫ്രിഡ്ജിൽ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താണ് കുറവുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എരിവ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്തു. ഇനി നമുക്കിത് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി എഗ് ഫ്രൈഡ് റൈസ് ഇതാ റെഡി ആയി കഴിഞ്ഞു. പല രീതിയിലുള്ള ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ നീതാസ് ടേസ്റ്റ്ലാൻഡ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഫ്രൈഡ് റൈസ് റെസിപ്പിയും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുമല്ലോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതാ ഈ സൈഡിലിരിക്കുന്ന റെസിപ്പി ഉണ്ടല്ലോ, ഈ റെസിപ്പിയുടെ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിയുമായിട്ട് നാളെ കാണാം.